വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന കോഴ്സുകളുടെ തട്ടിപ്പുകൾ. ചെറിയ രീതിയിലൊരു അവയർനെസ് തരാം. ഇവിടുത്തെ പോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഇതേ നിലവാരത്തിലുള്ള കോളേജുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട്, വലിയ വലിയ കോളേജുകളുണ്ട്. അവരുടെ പല ശാഖകളുണ്ടാവും. അതുപോലെ വിദേശത്തുമുണ്ട്. ചില കോളേജുകളിൽ നല്ല എ ഗ്രേഡ് ഫെസിലിറ്റീസ് ഉണ്ടാവും. അവരുടെ തന്നെ ബ്രാഞ്ചുകളിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഔട്ടർ ഏരിയസിലൊക്കെ ആയിരിക്കും. അവിടെ ഈ പറഞ്ഞ ചില അംഗീകാരങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത കോളേജുണ്ടാവും. ഇതേ അവസ്ഥ തന്നെ അവിടെയുണ്ട്. കാരണം ഗ്ലോബലി ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ചില ഏരിയാസ് പറഞ്ഞുതരാം. ഒന്ന് ഏറ്റവും വലിയ കച്ചവടം, ഒന്ന് വിദ്യാഭ്യാസം, 2 ആതുര സേവന മേഖല, 3 ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഇത് 3 ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയാവുന്നത് മനുഷ്യ ജീവി തന്നെയാണ്. ഇപ്പം പല കുട്ടികളും ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ജോലി, വീട്ടിലെ സാഹചര്യങ്ങൾ മാറ്റിയെടുക്കുക, ഒരു അന്തസ്സായ നിലവാരത്തിൽ ജീവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കുട്ടികൾ പോകുന്നത്. പക്ഷേ നമുക്ക് ചെന്നുപെടുന്നതാവട്ടെ അഗ്രികൾച്ചർ ഏരിയാസിലായിരിക്കും, ആ ഏരിയയിലുള്ള കോളേജുകളിൽ. അവിടെ നിന്ന് നമുക്ക് ഈ പാർട്ട് ടൈം ജോബ് എന്ന ഓപ്ഷനാണല്ലോ നമ്മുടെ മുൻപിലുള്ളത്. അതിനുവേണ്ടി നമ്മൾ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ, 7 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ സഞ്ചരിച്ച് സിറ്റിക്കുള്ളിൽ വരും. സിറ്റിയിലെ ലിവിങ് കോസ്റ്റ് വളരെ കൂടുതലാണ്. നമ്മളവിടെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ സ്ഥാപനങ്ങളിൽ ജോലിക്ക് കയറും, പാർട്ട് ടൈം ജോബിന്. അവിടെയും നിബന്ധനകളുണ്ട്, ഇത്ര മണിക്കൂർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മുടെ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് നമ്മൾ ഈ സർക്കാരിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് കുട്ടികൾ. അങ്ങനെ കിട്ടുന്ന ഈ പൈസ അവിടുത്തെ ഹോട്ടൽ റെൻറ്റ്, മറ്റ് ഫുഡിൻ്റെ എക്സ്പെൻസസ്, ഇതെല്ലാം കൂടെ കണക്ക് കൂടുമ്പോൾ ഒന്നും മിച്ചം വരില്ല. ട്രാവലിംഗ് എക്സ്പെൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ കുട്ടികൾ ഇപ്പോൾ അവരുടെ ആ 2 ദിവസം കൊണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോരും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പഠനം കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന ഓപ്ഷൻസൊന്നും, ജോലി സാധ്യതകൾ അവിടെ ഇല്ലയെന്ന് മനസ്സിലാക്കി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ നാട്ടിൽ വന്നിട്ടും അതുപോലെ നാട്ടിൽ വരാതെ തന്നെ അവിടെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. പിന്നെ പലരും കേസിൽ പെടുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ലോകത്ത് ഏറ്റവും കൂടുതൽ യങ് പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഇന്ത്യയിൽ തന്നെ കോഴ്സുകൾ ചൂസ് ചെയ്യുക. ഒരുപാട് ഓപ്ഷൻസ്. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പോയി ജോലി ചെയ്യാതെ അവനവൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുക. അവിടെ കിട്ടുന്ന ഒരു മനസ്സംതൃപ്തിയും നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷൻസും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ അവിടെ നിന്ന് നമ്മളുടെ കോഴ്സ് കംപ്ലീഷൻ ചെയ്തതിന് ശേഷം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി സേവനം ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് പൈസ കൊണ്ടുവരിക എന്നുള്ളത് ചെയ്യുക. അതല്ലാതെ പഠനത്തിന് വേണ്ടി നമ്മൾ ഈ മുടക്കുന്ന മുതൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്